ഇന്ത്യ ഒരേ സമയം രണ്ട് വൻ ആണവായുധ ശക്തികൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. കിഴക്കായിട്ട് ചൈനയും പടിഞ്ഞാറായിട്ട് പാകിസ്ഥാനും. ഇപ്പോഴിതാ ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രശസ്ത തിങ്ക് ടാങ്ക് ആയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് IISS പുറത്തുവിട്ട 2026 ഏറ്റവും പുതിയ സെക്യൂരിറ്റി റിപ്പോർട്ട് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് നോ വാർ നോ പീസ്, അതായത് പൂർണ്ണമായ യുദ്ധവുമില്ല എന്നാൽ സമാധാനവുമില്ലാത്ത ഒരു സങ്കീർണമായ ഹൈബ്രിഡ് അവസ്ഥയിലൂടെയാണ്. സിംഗപ്പൂരിൽ നടക്കുന്ന പ്രശസ്തമായ ഷാങ്ഗ്രി-ല ഡയലോഗ് പ്രതിരോധ ഉച്ചകോടിക്ക് മുന്നോടിയായി വന്ന ഈ റിപ്പോർട്ട് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്താണ് ഇന്ത്യ നേരിടുന്ന ഈ ഇരട്ട മുന്നണി ടു ഫ്രണ്ട് ചാലഞ്ച് വെല്ലുവിളി എന്താണ്? ഇന്ത്യൻ സൈന്യം ഇതിനെ നേരിടാൻ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്? കൂടെ കാനഡ ഉയർത്തിയ പുതിയ വിവാദങ്ങൾക്ക് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നൽകിയ മറുപടി എന്താണ്? പരിശോധിക്കാം. IISSന്റെ 150 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ തങ്ങളുടെ മിലിറ്ററി ഡോക്ട്രിൻ അഥവാ സൈനിക സിദ്ധാന്തങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞു എന്നാണ്. പഴയതുപോലെ അതിർത്തിയിൽ വന്ന് ആക്രമിക്കുമ്പോൾ മാത്രം പ്രതിരോധിക്കുന്ന ശൈലി ഇന്ത്യ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്നത് ആക്രമണാത്മക പ്രതിരോധമാണ്. റിപ്പോർട്ട് എടുത്തു പറയുന്നത് ഇന്ത്യ സമീപകാലത്ത് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളെ കുറിച്ചാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് ഇന്ത്യ നൽകുന്ന മറുപടി ഇനി പഴയതുപോലെ ആയിരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. നയതന്ത്ര പരിധികൾ ലംഘിച്ച് ശത്രുവിന്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താനുള്ള രാഷ്ട്രീയവും സൈനികവുമായ ആർജവം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഈ മിന്നൽ ആക്രമണങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വിജയകരമായി ഉൾപ്പെടുത്തി കഴിഞ്ഞു. പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന നിയന്ത്രണ രേഖയും, അതായത് LOC ലൈൻ ഓഫ് കൺട്രോൾ, ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയും LAC ഒരേ സമയം സജീവമായി നിലനിർത്തുക എന്നത് ഏതൊരു രാജ്യത്തിനും വലിയ സാമ്പത്തിക സൈനിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ഈ രണ്ട് അതിർത്തികളിലെയും ഭീഷണികൾ വ്യത്യസ്തമാണ്. പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തികൾ പലപ്പോഴും തീവ്രവാദ നുഴഞ്ഞുകയറ്റങ്ങൾ കൊണ്ടും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഷെൽ ആക്രമണങ്ങൾ കൊണ്ടും ഒരു സ്ഥിരതയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ചൈനയുമായിട്ടുള്ള അതിർത്തികൾ കൂടുതൽ ആസൂത്രിതവും സാങ്കേതികവുമായി മുന്നിട്ട് നിൽക്കുന്നതുമായ സൈനിക വിന്യാസങ്ങൾ കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. ലഡാക്കിലും അതുപോലെ വടക്ക് കിഴക്കൻ അതിർത്തികളിലും ചൈന നടത്തുന്ന വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും സൈനിക താവളങ്ങളുടെ നിർമ്മാണവും ഇന്ത്യയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വലിയൊരു പരമ്പരാഗത യുദ്ധ സന്നിധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഒരു നിമിഷം പോലും ആയുധം താഴെ വെക്കാൻ കഴിയാത്ത അത്ര സംഘർഷഭരിതമാണ് ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിലെ മറ്റൊരു തന്ത്രപ്രധാനമായ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ആഗോള രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളതാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇന്ത്യ അതിൽ നേരിട്ട് പങ്കാളിയാകാൻ സാധ്യതയില്ലെന്ന് IISS വിലയിരുത്തുന്നുണ്ട്. സ്വന്തം അതിർത്തികളിലെ സുരക്ഷയ്ക്ക് പരമപ്രധാനമായ മുൻഗണന നൽകുന്ന ഇന്ത്യ തങ്ങളുടെ സ്വാധീന മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിന് അപ്പുറത്തേക്ക് ഒരു സൈനിക ഇടപെടലിനും മുതിരില്ല. പക്ഷെ ചൈന മലാക്ക കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നേരിട്ടുള്ള ഒരു യുദ്ധത്തെക്കാൾ ഉപരി സാമ്പത്തികവും നാവികവുമായിട്ടുള്ള ഒരു ഉപരോധ തന്ത്രമായിരിക്കും ഇന്ത്യ പയറ്റുക. ഇതിനായിട്ട് തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ഡ്രോൺ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ആഭ്യന്തര കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് കാനഡയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കമുണ്ടായത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ വന്ന ഒരു കനേഡിയൻ റിപ്പോർട്ടിനെ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞു. ഇത്തരം റിപ്പോർട്ടുകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വെറും രാഷ്ട്രീയ അജണ്ട മാത്രമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധവുമില്ല സമാധാനവുമില്ലാത്ത അവസ്ഥ ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യത്തിന് വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും. കാരണം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വിനിയോഗിക്കേണ്ട വലിയൊരു തുക രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് പ്രതിരോധ ബജറ്റിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. എങ്കിലും രാജ്യസുരക്ഷയില്ലാതെ വികസനം സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. സമാധാനം നിലനിർത്താൻ ശക്തമായ ആയുധബലം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു നവ ഇന്ത്യയാണ് ഇന്ന് നാം കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.